സദസ്സിനും നമസ്കാരം. എനിക്ക് മുമ്പേ സംസാരിച്ച കൂട്ടത്തിൽ പലരും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, മയക്കുമരുന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗൊക്കെ അടക്കം പിടിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ ജാമ്യം കിട്ടാത്ത നോൺ ക്രിമിനൽ ഒഫൻസാണ്. ഞാൻ ചിന്തിക്കുകയാണ്, തൊണ്ടി സഹിതം നാട്ടുകാർ പിടിച്ചു കൊടുത്തവരൊക്കെ പിന്നെ എങ്ങനെയാണ് പുറത്തു വരുന്ന നടക്കുന്നത്? അതൊരു വശത്ത് നമ്മുടെ ജബ്ബാർ സാഹിബ് പറഞ്ഞു, ഞാൻ നേതൃത്വം കൊടുക്കുന്ന സിറ്റി സ്നേഹതീരത്തിൻ്റെ ഒരു പ്രോഗ്രാം ഈ സ്കൂളിൽ നടന്നപ്പോൾ, സ്കൂളിൻ്റെ 2 നില കെട്ടിടമാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് കെട്ടിടത്തിൻ്റെ തലകിൽ നിന്ന് കല്ല് മേലെ കൂടെ വന്നിട്ട് അവിടെ നമ്മുടെ ആളുകളുടെ മേലെ ഈ ഷീറ്റില്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ തലചിതമായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് സമയമാണ്. 2 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ അവിടെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചാണ്. 2 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ വരുന്നതിനും തരാമെന്ന് പറഞ്ഞതിന് കുറച്ച് സമയത്തിന് മുമ്പാണ്. അതൊക്കെ കുറച്ച് കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് സംഭവിക്കാവുന്ന അനിഷ്ടങ്ങൾ നടത്തിയിട്ടാണ് എനിക്ക് മുട്ടുപറ ഇപ്പോഴും മാറിയിട്ടില്ല. പറഞ്ഞു വന്നത്, ആ ആളുടെ വീഡിയോ എടുത്തിട്ട് നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സിറ്റി എസ് ഐ വിനോദ് സാറിന്റെ മൊബൈലിൽ ഇപ്പോഴും ഞാൻ അയച്ചിട്ടുണ്ടാവും. ആ ആള് വളരെ വ്യക്തമില്ല, ഈ നമ്മുടെ ജുനൈദ് തന്നെയാണ് ആ വീഡിയോ എടുത്തത്. വളരെ കൃത്യമായിട്ട് ആളെ കെട്ടിയിട്ട് പോലീസിന് കൊടുത്തു. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പോലും ഒരൊറ്റ ഒരാള് നമ്മുടെ നാട്ടിൽ അതിന്റെ താഴെ കൊണ്ട് ഇന്നയാളാണെന്ന് കമന്റ് ഇട്ടില്ല. ലോക്കൽ പോലീസിന് കഴിയാത്തതുകൊണ്ട് മറ്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് പോലും സ്വന്തം നാട്ടുകാർ ഇത് ആരാണെന്ന് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. മറിച്ച് എന്റെ ആ പോസ്റ്റിൽ താഴെ ഞങ്ങളെ നപുംസകങ്ങൾ എന്ന് വിളിക്കാണ്ട് ഒരാൾ വന്നതാണ് കിട്ടിയ ഏകപ്പാട് നാട്ടം. കാരണം നമ്മളന്ന് ഓടിപ്പോയി പിടിച്ചിട്ട് ആ പ്രതിയെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കാൻ പറ്റാത്ത നപുംസകങ്ങളാണ് സിറ്റി സ്നേഹത്തിൽ എന്നുള്ള കമന്റാണ് കിട്ടിയിട്ട്. ഈ വിഷയത്തില് നാട്ടുകാരുടെ പ്രതികരണം പ്രധാനമാണ്. ഈ ഒരു മാത്രമല്ല, ഇവിടെ ഇപ്പോൾ പല സംഭവങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും വന്നിട്ട് പോലും മീഡിയക്കാരുടെ പ്രധാന പരാതി ഈ സിറ്റിയിൽ വന്നിട്ട് പ്രതികരണം ചോദിച്ചാൽ ആർക്കും ഉണ്ടാട്ടമില്ല. ആർക്കും ഉണ്ടാകണമില്ല. ഇത്രയും നിസ്സംഗത നമ്മൾ നാട്ടുകാർ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ എങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. കുറച്ച് കൂട്ടായ്മയും അതിന്റെ കുറച്ച് ആൾക്കാരെയും ഇവിടെ കൂലിക്ക് നിർത്തിയൊന്നല്ല. ഇത് നാടിന്റെ പ്രശ്നമാണ്, സമൂഹത്തിന്റെ പ്രശ്നമാണെങ്കിൽ സമൂഹം തന്നെ ഇടപെടണം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാനും ഉണ്ടാകുമെന്ന് ഫോട്ടോ വെച്ചിട്ട് ഹാഷ്ടാഗ് നടത്തിയ, ഫേസ്ബുക്കിൽ ഹാഷ്ടാഗ് നടത്തിയതിന്റെ പകുതി ആളെങ്കിലും വന്നിട്ടെങ്കിൽ നമ്മുടെ ഈ കസേരയിൽ ഇവിടെ നിറയുമായിരിക്കും. ഈ നിസ്സംഗതയുടെ മേലെയാണ് എല്ലാവരും വളരുക. അത് പോലീസിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുമ്പ് ഞാൻ പറഞ്ഞില്ല, മുമ്പ് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ പോലീസിനെ പറഞ്ഞത്, പോലീസിനെ നമ്മളെ സഹായിക്കുകയാണ്. നമ്മുടെ സഹായത്തോട് മാത്രമേ പോലീസിന് ഏതൊരു വിഷയത്തിലും പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾക്ക് വേണ്ടാത്തത് അവർക്കും വേണ്ട, കുറച്ച് നോക്കിയിട്ട് അവരങ്ങ് വിടും, അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ എയിം എന്ന് പറയുന്നത് 2 വിധത്തിൽ ഞാൻ പറയുന്നു. ഒന്ന്, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ, ഒരു പ്രദേശത്തെ, ഒരു ജനതയെ, ഒരു സമൂഹത്തെ തകർക്കാൻ ഈ മരുന്ന് ഉപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാവും, അതിന് പ്രത്യേക ആളുകളുണ്ടാവും. അതേ സമയത്ത് ഇതിന് സാമ്പത്തികമായ മാനങ്ങളുണ്ട്. ഇപ്പൊ ഗുജറാത്തിനൊക്കെ പിടിച്ചത്ര 2000 കോടിയുടെ 20,000 കോടിയുടെ ഒക്കെ മയക്കുമരുന്ന് കണ്ടെയ്നറൊക്കെ പിടിച്ചാല് ഒരു 2000 കോടിയുടെ മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൽ 500 കോടിയെങ്കിലും മുടക്ക മുതലുണ്ടാവും. ആരാണ് ഇത് മുടക്കുന്നത്? അപ്പൊ 1500 കോടി കിട്ടുന്ന ലാഭം എവിടേക്ക് പോകുന്നു? അത് ഉയർന്ന തലത്തിൽ അന്വേഷിക്കേണ്ടത്. പലപ്പോഴും പറയപ്പെടുന്നത് പല ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ശേഖരിക്കാനുള്ള ഒരു വഴിയായിട്ട് കൂടി ഈ മയക്കുമരുന്ന് വിപണനം ഉപയോഗിക്കുന്നുണ്ട്. ഒരു സമൂഹത്തെ, ചെറുപ്പക്കാരെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വരേണ്ട സാമ്പത്തികമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെയാണ് അവിടെയാണ് തകർക്കേണ്ടത്. നമ്മൾ താഴെത്തട്ടിൽ പുറത്തുനിന്നേക്കാളും അത് തകർക്കേണ്ടതും അത് ചെയ്യേണ്ടവരൊക്കെ പലപ്പോഴും നമ്മൾക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ, അവരുടെ കൂടി ഒത്താശയോടെ നടക്കുന്നതെന്നുള്ളതാണ്. 1000, 2000, 10,000, 20,000 കോടിയുടെ ഇടപാട് നടത്തുന്നെങ്കിൽ അത്രയും തുക ഇവിടെ മാർക്കറ്റിൽ ഇറക്കാൻ പിന്നിട്ടുള്ള ശക്തിയുള്ളവൻ ആരാണ്? ഇതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ 4 ഇരട്ടി 5 ഇരട്ടി മാർജിൻ ഏത് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ സമൂഹം ചോദിക്കേണ്ടത്. ഭരിക്കുന്നവരോട് ചോദിക്കേണ്ടത് അത് തന്നെയാണ്. താഴെത്തട്ടിൽ നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഹാരിസ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മയക്കുമരുന്നിന്റെ കൂടെ തന്നെയുള്ളതാണ് ഈ ലൈംഗിക അരാജകത്വം. ഞാൻ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ടെക്നീഷ്യനാണ്. ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ വിൻഡോസ് ക്രാഷായി പോയാൽ പിന്നെ അത് ഓണാക്കാൻ പറ്റൂല. ഓണാക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഹിസ്റ്ററിയും മറ്റൊക്കെ നമ്മൾ റിക്കവറി ചെയ്ത് നമ്മൾ കാണുന്നത് പലപ്പോഴും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്.
എന്റെ അനുഭവമാണ്. വീട്ടിലുള്ള കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ കൊടുത്താൽ, വീട്ടിൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് റിപ്പയർ ചെയ്ത വിൻഡോസ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അത് വിൻഡോസ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആമ്പിള്ളേർ ഹിസ്റ്ററി മായിച്ചറിയും, പെൺപിള്ളേർക്ക് ആ ഹിക്കമത്ത് അധികം പേർക്കും അറിയില്ല. ഇത് രണ്ടും കൂടിയിട്ട്, അതുപോലെ നേരത്തെ സാഹിബ് പറഞ്ഞ പാർട്ടി ഉണ്ട്, ഗെറ്റ് ടുഗദർ വെക്കുന്നുണ്ട്. ഗെറ്റ് ടുഗദറിൽ മയക്കുമരുന്ന് മാത്രമല്ല, പോൺ സൈറ്റുകൾ അനുകരിച്ചുകൊണ്ടുള്ള ഈ സെക്സ് പാർട്ടികൾ കൂടിയാണ്. രണ്ടും കൂടി മയക്കുമരുന്ന് മാത്രമല്ല. ഇതിനെ ലഹരി എന്ന് ഉപയോഗിക്കുന്ന പോലെ തെറ്റാണെന്ന് ഞാൻ പറയും. ഇത് ലഹരിയല്ല, ലഹരി കാരണം ലഹരി മനുഷ്യന് ആവശ്യമുള്ളതാണ്. ഏതെങ്കിലും ഒരു ലഹരിക്ക് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് വേറെ വേണ്ടാത്ത പോലെ പോകുന്നത്. ഇത് മയക്കുമരുന്നാണ്. ലഹരി നമ്മൾക്ക് വായന, അല്ലെങ്കിൽ സംഗീതം, സിനിമ, അല്ലെങ്കിൽ സ്പോർട്സ്, എനിക്ക് വേണ്ടത് തന്നെയാണ്. അതല്ലാതെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേ പോലെ ഇരിക്കും. നമ്മൾ പഴയ റോഡിലൂടെ ഇഷ്ടം പോലെ പോകാം, യൂ ടേൺ എടുക്കാം, തിരിച്ചു പോകാം, പോകാതിരിക്കാം. പുതിയ ഹൈവേയിൽ ഇപ്പൊ അത് എൻട്രി എക്സിറ്റും ഉണ്ട്. ഒരു എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. പുറത്തു പോകാൻ വഴിയില്ലാത്ത ഹൈവേ കയറി എങ്ങനെ ഉണ്ടാവും, യൂ ടേൺ എടുക്കുക. അതുപോലെ ആധുനിക സിന്തറ്റിക് മയക്കുമരുന്നുകൾ, അതിലേക്ക് എൻട്രി ആയാൽ പിന്നെ എക്സിറ്റ് ഇല്ല, യൂ ടേണും ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു 5 വർഷം കൊണ്ട് കേരളത്തിന്റെ ജനസംഖ്യയുടെ പകുതി 5-10 വർഷം കൊണ്ട്, അതായത് ഇപ്പം വരുന്ന 25 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. 5-6 വർഷത്തെ ഉപയോഗം കൊണ്ട് ഇവര് ഞരമ്പും എല്ലും എല്ലാം തകർന്ന് നമ്മൾ വിദേശത്ത് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് പോയാൽ പറയേണ്ടത് ഈ തലമുറ ജനസംഖ്യയുടെ പകുതിയും ഇത് ആയിട്ടുണ്ടെങ്കിൽ ഭാവിയുള്ള കേരളത്തിന്റെ അവസ്ഥയാണെന്ന് ചിന്തിക്കേണ്ടത്. അതും കൂടി വേണം നമ്മുടെ ഈ കൂട്ടായ്മകളുടെ അജണ്ടകളിലും ചിന്തകളിലും വരണം. ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ ഈ കൂട്ടായ്മക്കൊപ്പം സിറ്റി സ്നേഹതീരവും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.